ഹായ്. ക്ലാസ്സുകൾ യു ഷേപ്പ് ആക്കണോ എന്നാണല്ലോ പുതിയ ചർച്ച. ഞാനൊരു ട്രെയിനർ എന്ന നിലയ്ക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു ക്ലാസ് റൂം ഷേപ്പാണ് യു ഷേപ്പ്. ഇപ്പോൾ ഏത് ക്ലാസ്സിൽ പോയാലും 10-40 വിദ്യാർത്ഥികൾക്ക് താഴെയാണ് ക്ലാസ് റൂം സ്പേഷ്യസ് ആണെങ്കിൽ ഞാൻ ക്ലാസ് യു ഷേപ്പ് ആക്കിയിട്ടാണ് എടുക്കാറുള്ളത്. അപ്പോൾ എല്ലാവരും മുഖാമുഖം നോക്കിയിരിക്കും, രസമാണ്. നമുക്ക് നടുക്കൊത്തിരി സ്പേഷ്യസ് ആയിട്ട് സ്ഥലം കിട്ടും, മൂവ് ചെയ്യാം, നടക്കാം, എല്ലാവരുടെയും അടുത്ത് പോകാം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സൗകര്യമുണ്ട്. ആസ് എ ട്രെയിനർ ഞാൻ വളരെയധികം പ്രിഫർ ചെയ്യുന്നൊരു ഷേപ്പാണ്. പക്ഷേ പ്രായോഗികമായി എല്ലായിടത്തും അത് പോസിബിൾ അല്ല. കാരണം 40 വിദ്യാർത്ഥികളിൽ അധികമാകുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രാക്ടിക്കൽ അല്ലാതാവും പല ക്ലാസ് റൂമിനകത്തും. കൂടാതെ ഡോക്ടേഴ്സൊക്കെ പറയുന്നുണ്ട് ഈ കുട്ടികളുടെ കഴുത്ത് വേദന വരും, അല്ലെങ്കിൽ പുറം വേദന വരും, ഇതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ പെർമനൻ്റായിട്ട് യു ഷേപ്പ് ആക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചില്ലെങ്കിൽ അതൊരു തുഗ്ലക് പരിഷ്കരണം പോലെ ആയിപ്പോകും. പിന്നെ ബാക്ക് ബെഞ്ചേഴ്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ഷേപ്പ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വിദ്യാലയം വിചാരിച്ചാൽ മതി. ഓരോ ദിവസവും വിദ്യാർത്ഥികൾ ഇരുത്തുന്ന അലൈൻമെൻ്റ് ഒന്ന് മാറ്റിയാൽ മതി. ഫ്രണ്ടിലിരിക്കുന്നവർ ബാക്കിൽ പോവുക, ബാക്കിലിരിക്കുന്നവർ ഫ്രണ്ടിൽ വരിക, അങ്ങനെ ഓരോ ദിവസവും മാറ്റി മാറ്റി ഇരുത്തുന്നത് തീർച്ചയായിട്ടും കുട്ടികളുടെ അഡാപ്റ്റബിലിറ്റി കൂട്ടാനും സഹായിക്കും. അപ്പോൾ ഏറ്റവും പ്രായോഗികമായ മാർഗം കുട്ടികളെ മാറ്റി മാറ്റി ഇരുത്തുക എന്നുള്ളതാണ് ബാക്ക് ബെഞ്ചേഴ്സിനെ അവോയ്ഡ് ചെയ്യാൻ. യു ഷേപ്പ് നല്ലതാണ്, അത് പ്രായോഗികമായി നടത്താൻ പറ്റുമെങ്കിൽ മാത്രം. പക്ഷേ തീർച്ചയായിട്ടും ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശം കേട്ടതിന് ശേഷം മാത്രമേ ഇത്തരം ഒരു പരിഷ്കരണം നമ്മൾ നടപ്പിൽ വരുത്താവൂ.